1890 കൊർണാഡോയിലെ ഒരു ദരിദ്ര കർഷകന്റെ മകളായി ജനിച്ച മരിയയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ അവളുടെ പിതാവ് മരിച്ചു. 6 മക്കളെ പോറ്റുന്നതിൽ അവളുടെ അമ്മ അസൂന്തയുടെ കഠിനാധ്വാനത്തിൽ സഹായിച്ചു. വീട്ടുജോലികൾ ചെയ്തും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും മരിയ വളർന്നു. മരിയ താമസിച്ചിരുന്ന വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന സെറനെല്ലി കുടുംബാംഗമായിരുന്ന അലക്സാൻഡ്രോയെ മരിയയെ പാപത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും അവൾ ചെറുത്തുനിന്നു. 1902 ജൂലൈ 5 വീടിന് പുറത്തുള്ള പടിയിലിരുന്ന് വസ്ത്രം തുന്നുകയായിരുന്ന മരിയയെ അലക്സാൻഡ്രോ വീണ്ടും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പാപത്തിന് വഴങ്ങുന്നതിനേക്കാൾ നല്ലത് താൻ മരിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞ മരിയയെ 14 പ്രാവശ്യം അലക്സാൻഡ്രോ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ആശുപത്രിയിലായ മരിയ ആക്രമണത്തിൻ്റെ 24 മണിക്കൂറിനു ശേഷം താൻ അലക്സാൻഡ്രോയോട് ക്ഷമിക്കുന്നുവെന്നും അവൻ തൻ്റെ അടുക്കൽ സ്വർഗത്തിൽ വരുമെന്നും പറഞ്ഞ് അന്ത്യശ്വാസം വലിച്ചു. 30 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അലക്സാൻഡ്രോയ്ക്ക് മരിയ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് 14 ലില്ലിപ്പൂക്കൾ സമ്മാനിക്കുകയും ഇതേ തുടർന്ന് അലക്സാൻഡ്രോ മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുകയും 27-ാം വർഷം ജയിൽ മുക്തനായ അലക്സാൻഡ്ര മരിയയുടെ അമ്മ അസൂന്തയോട് മാപ്പ് ചോദിച്ച് ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ അൽമായ സഹോദരനായി ജീവിക്കുകയും ചെയ്തു. 1950 ജൂൺ 24 പിയൂസ് 12-ാം മാർപ്പാപ്പ വിശുദ്ധ മരിയ ഗൊരേത്തിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അമ്മ അസൂന്തയും കൊലയാളി അലക്സാൻഡറും സന്നിഹിതരായിരുന്നു.